വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ഷമാം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷമാം മിക്കവർക്കും കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു ഫ്രൂട്ടാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾ പോലും ഇത് നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ കഴിച്ചോളും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ചധികം ചേർക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ നമുക്ക് ഈ ഡ്രിങ്കിന് നല്ല മധുരം ഉണ്ടാവുള്ളൂ. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാലിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോകും. ഇനി അതൊന്ന് ചൂടായി വരുന്ന നേരത്തിന് നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാലിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സേമിയ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പാലിലേക്ക് ചേർത്ത് സേമിയ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ആ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് ഇട്ടിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ വറുത്തതായത് കാരണം നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ സേമിയ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സേമിയ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. എന്നിട്ട് ആ സമയത്തിന് നമുക്കൊരു ഷമാം എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ പകുതി ഒന്ന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലേക്കിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഷമാമ് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് അടുപ്പിൽ വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് ഈ ഷമാമ് അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഈ ഷമാം ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റേർഡ് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പാലും കസ്റ്റേർഡും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷമാമ് ചില പീസുകളൊന്നും അരയാതെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇടയ്ക്കിങ്ങനെ ഷമാമ് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഈ കസ്റ്റേർഡും ഷമാമും ഒന്ന് വെന്ത് കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കസ്റ്റേർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുകയും ചെയ്യും. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ നമ്മൾ കസ്റ്റേർഡ് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ സേമിയ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഈ ഒരു പാകത്തിന് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ ഷമാമ് ഈ പാലിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ആ ഷമാമിൻ്റെ ടേസ്റ്റ്, മിക്കവർക്കും ഷമാമിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിങ്ങനെ തിളപ്പിക്കുമ്പോൾ ശരിക്കും ആ ടേസ്റ്റ് മാറിക്കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ പിന്നെ നമ്മുടെ ഡ്രിങ്കിന്. ഇത് ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം എടുത്തിട്ടുള്ള, അപ്പോൾ ചൂടാറുമ്പോൾ കുറച്ചുകൂടെ നല്ല പാകത്തിന് കുറുകിയിരിക്കും. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കസ്കസ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുന്തിരി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഷമാം ചെറിയ പീസായിട്ട് അരിഞ്ഞതും കുറച്ച് മാതള നാരങ്ങയും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷമാം ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.